എല്ലാവർക്കും സുഖല്ലേ? ആരും ഭക്ഷണം കഴിച്ച എല്ലാ മാതാപിതാക്കൾക്കൊക്കെ സുഖമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താ ആ ഉമ്മാമ എന്താ ഒരു പ്രയാസം പോലെ ഇരിക്കണത്? എന്താണ് പ്രശ്നം? സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ നമ്മളെ മാതാപിതാക്കളെ പോലെ തന്നെയാണ്. നിങ്ങളെയൊക്കെ ഞാൻ ഇതിൽ കൂടെ കയറി വരുമ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ബോർഡ് കണ്ടു, വൃദ്ധസദനം. പക്ഷെ അതെനിക്ക് പറ്റിയില്ല. കാരണം എനിക്ക് പറയാനുള്ളത്, ഇത് വൃദ്ധസദനം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സ്വർഗത്തിലെ പൂന്തോപ്പുകൾ നിൽക്കുന്ന ഒരു സദസ് പോലെ ഇല്ലേ? കാണുമ്പോൾ നല്ലൊരു രസം അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാല്, നിങ്ങളെ അപ്പോ താമസിക്കാൻ എനിക്ക് തോന്നുക. കാരണം നിങ്ങൾക്ക് എന്ത് സുഖ, ഭക്ഷണത്തിന് ഭക്ഷണം. എന്നിട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോയി വിട്ടു. നിങ്ങളുടെ മക്കൾ നിങ്ങൾ കൊണ്ടുപോയി ഇടാൻ കാരണം ഉണ്ടാവും. കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങൾ പഠിപ്പിച്ചു, വലിയ വലിയ നില എത്തിച്ചു. അങ്ങനെ നിങ്ങളുടെ മക്കൾ വലിയ ജോലി കിട്ടി. പക്ഷെ നിങ്ങൾ ഒറ്റപ്പെടരുതെന്ന് പ്രതീക്ഷിച്ചിട്ടാവണം നിങ്ങളിവിടെ കൊണ്ടുപോയിടാൻ കാരണം അല്ലേ? അതൊക്കെ ആലോചിക്കണം. നമ്മൾ പോസിറ്റീവ് എപ്പോഴും ആലോചിക്കണം, നെഗറ്റീവ് ഒരിക്കലും ആലോചിക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ നിങ്ങളുടെ മക്കൾ ഒരു ദിവസം നിങ്ങളെ തേടി വരും, ഉറപ്പാ. അതിൽ സംശയമൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ നല്ലതുപോലെ സന്തോഷത്തോടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മരുമക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അതെന്നും ഗുണം ചെയ്യും. നമുക്കൊരു സന്തോഷമാക്കിയാലോ? നമുക്കൊരു പാട്ട് പാടാം. ഞാൻ അങ്ങോട്ട് വരാം. ഒരു പാട്ട് പാടിയാലോ? നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട്, പ്രയാസമുള്ളവർ എഴുന്നേക്കാൻ പാടില്ല കേട്ടോ. പ്രയാസം ഇല്ലാത്തവരൊന്ന് എഴുന്നേക്കുക. എന്നിട്ട് ഒന്നിരുന്നോ, എഴുന്നേറ്റിട്ട് ഇരുന്നോ. ഞാനൊരു പാട്ട് പാടിത്തരാം. നിങ്ങൾ അതിന്റെ കൂടെ പാടണ്ട, ഞാൻ പാടും. എന്നിട്ട് നിങ്ങൾ പാടുക ഒരു സന്തോഷത്തിന്. പാടട്ടെ? ഒന്നാണൊന്നാണ് ഒന്നാണൊന്നാണ് ഒന്നാണ് ഒന്നാണ് നമ്മളൊന്നാണ്. പാട്. ഒന്നാണൊന്നാണ്. ഉമ്മാമ്മ പാട്. എന്താ വിഷമിച്ചിരിക്കണ? പാടിക്കൂടെ ഒന്നുകൂടി. ഒന്നാണൊന്നാണ്. എന്ത് സന്തോഷാലേ? ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞാലില്ലേ, ഒരു ഫീലിംഗ് ഇല്ലേ? നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷം. നമ്മൾ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മൾ കാരണം എന്തായി മറ്റുള്ളവർ സന്തോഷിക്കണം. നിങ്ങൾക്കിപ്പോ എന്ത് സുഖ, നിങ്ങൾ ഒരേ പ്രായത്തുള്ളവര് പഴയ കുറെ കഥകൾ ഇങ്ങനെ പറഞ്ഞിരിക്കാം. ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ ഒപ്പം അവന്റെ കഥ കേട്ട് ഇങ്ങനെ മടുക്കൂലേ ഇരുന്ന്? ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞ് ചിരിച്ചടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ല അവസരമല്ലേ? അത് പാഴാക്കി വെറുതെ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കണത്? നമ്മുടെ മക്കൾ ഒരു ദിവസം ഉറപ്പാ നമ്മളെ തേടി വരും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുക. നമ്മള് ഈ പാട്ട് പാടിയപ്പോ നിങ്ങൾക്ക് എന്തൊരു സന്തോഷം ഞാൻ കണ്ടത്. ഇതുപോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം കേട്ടോ. നമ്മൾ ആരും വിഷമിക്കാതിരിക്കുക. പിന്നെ ഞാന് നിങ്ങളെ ഇവിടെ വൃദ്ധയായിട്ടല്ല ഞാനിവിടെ കാണുന്നത്. നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതൊരു വൃദ്ധയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് എൻ്റെ മാതാപിതാക്കളെ പോലെ, സ്വന്തം എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെയാണ്. നിങ്ങളെ ആര് കൈവിടിഞ്ഞാലും ആരുപേക്ഷിച്ചാലും പക്ഷെ ഞാൻ നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. എന്ത് കാര്യത്തിന് എന്താവശ്യം വന്നാലും ഞങ്ങളായിട്ട് ബന്ധപ്പെടാം, ഒരു കുഴപ്പമില്ല. എന്ന് ഞാൻ വരും. എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങൾക്ക് വേണ്ട എല്ലാം തരും. ഒരു സ്നേഹത്തോടെ സ്വന്തം മകനെ പോലെ നിങ്ങൾ എന്നെ കാണേണ്ട അങ്ങനെ മാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണം. മറ്റു പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ തലമുറയൊക്കെ ഉൾപ്പെടുത്തുക. വിഷമിക്കരുത്. സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് എല്ലാം ഇരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.